ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി സോയ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഈസി മാത്രമല്ല, ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നമുക്ക് 1 മിനിറ്റോളം ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തൊരു 3 മുതൽ 4 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ഗോൾഡൻ ഷെയ്ഡ് എത്തുന്നത് വരെ. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി ഇവ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 2 മിനിറ്റോളം. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചതച്ച കുരുമുളക്, അതുപോലെ ഇതിലേക്ക് ഗരം മസാലയുടെ പൊടി ഇതിത്രയും ചേർത്ത് നന്നായിട്ടൊരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്.